സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിലെ സൊറോക്കോ ഹോസ്പിറ്റൽ ബെർഷെബായിലുള്ള ഹോസ്പിറ്റലാണ്. അത് ഇറാൻ്റെ മിസൈലിൻ്റെ ഡയറക്റ്റ് ഹിറ്റിന് വിധേയമായി എന്നുള്ളതാണ് ഇന്നലെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഹോസ്പിറ്റലിന് മേലെ നേരെ വന്ന് വീഴുകയായിരുന്നു. ഹോസ്പിറ്റലിനെ ടാർഗറ്റ് ചെയ്തതുപോലെയാണ് മിസൈൽ വന്ന് വീണത്. ഈ ഹോസ്പിറ്റലിൻ്റെ പൊസിഷൻ ഗാസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും നടുവിലായി വരും. ഗാസ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാഗവുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ ബർഷേബ എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള ഹോസ്പിറ്റലാണ് ഇസ്രാക്ക ഹോസ്പിറ്റൽ. വലിയ ഹോസ്പിറ്റലാണ്. അത് അറ്റാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ പടങ്ങളൊക്കെ ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത, ഈ പറയുന്ന ഗാസ റീജിയനിലും വെസ്റ്റ് ബാങ്ക് റീജിയനിലുമുള്ള ഒഫീഷ്യൽ സിറ്റിസൺസ് അവർ ചികിത്സിക്കാൻ വരുന്ന ആശുപത്രിയാണ്. അപ്പോൾ ആ ആശുപത്രിയിലെ കസ്റ്റമേഴ്സിൽ നല്ലൊരു വിഭാഗം ആളുകൾ പാലസ്തീനികളാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിന് പരിക്ക് പറ്റിയാൽ പ്രധാനമായിട്ടും പാലസ്തീനികൾക്ക് തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്. ആ ഹോസ്പിറ്റലാണ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യപ്പെട്ടത്. ഇന്നലെ അവരയച്ച 20 മിസൈലുകളിൽ 4 എണ്ണം ഇസ്രായേലിൽ പ്രവേശിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇന്നലെ വരെ അവിടേക്ക് അയക്കപ്പെട്ടത് 400 മിസൈലുകളാണ്. ആ 400 മിസൈലുകളിൽ 24 എണ്ണം ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ചകത്ത് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 24 എണ്ണത്തിൽ ഭൂരിഭാഗം എണ്ണത്തിലും റെസിഡൻഷ്യൽ ഏരിയകളിലോ അല്ലെ ഹോസ്പിറ്റലുകളിലോ ഒക്കെ ഇതുപോലെ വന്ന് വീഴാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ഇസ്രായേൽ ഇന്നലെയും 40 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ മിലിറ്ററി സൈറ്റുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ആക്രമിക്കപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് പറയുന്നത് അറാഖ് ഹെവി വാട്ടർ ഫെസിലിറ്റിയാണ്. അറാഖ് ഹെവി വാട്ടർ റിയാക്ടർ. അപ്പോൾ ഈ അറാഖ് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. അത് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ വാട്ടറിൻ്റെ ഹെവി വാട്ടർ, ഡ്യൂട്ടീരിയം വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ നമുക്കറിയാം. ഹൈഡ്രജൻ്റെ ഹെവിയർ ഐസോട്ടോപ്പ്, മാസ് നമ്പർ 2 ഉള്ള ഐസോട്ടോപ്പിൻ്റെ പേരാണ് ഡ്യൂട്ടീരിയം. ആ ഡ്യൂട്ടീരിയം ഓക്സിജനുമായി ചേർന്നുണ്ടാവുന്ന വാട്ടറിൻ്റെ പേരാണ് ഹെവി വാട്ടർ. ഇപ്പോൾ സാധാരണ നാച്ചുറൽ വാട്ടറിൽ വളരെ ചെറിയ ഒരു പെർസെൻറ്റ്, വളരെ ചെറിയ 0.00001% ഹെവി വാട്ടർ ഉണ്ടാവും. ഈ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. കൂളൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടർ വർക്ക് ചെയ്യുമ്പം ഹീറ്റ് ധാരാളമായിട്ട് റിലീസ് ചെയ്യും. ആ ഹീറ്റ് തന്നെയാണ് എനർജി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ്. ആ ഹീറ്റ് ഉപയോഗിച്ച് വേപ്പർ ഉണ്ടാക്കി ടർബൈൻസ് തിരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. പക്ഷേ എക്സസ് ഹീറ്റ്, പിന്നെയും ഹീറ്റ് അധികമായിരിക്കും ന്യൂക്ലിയർ റിയാക്ഷനിൽ. അപ്പോൾ ആ എക്സസ് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി റിയാക്ടറിൻ്റെ ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ പേരാണ് കൂളൻ്റ്. അപ്പോൾ അതിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനം ഹെവി വാട്ടറാണ്. സോഡിയവും കൂളൻ്റായിട്ട് ഉപയോഗിക്കാം. സോഡിയത്തിൻ്റെ പ്രശ്നം, സോഡിയം പെട്ടെന്ന് റേഡിയോ ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് കോൺടാക്റ്റിൽ വന്നാൽ സോഡിയത്തിൽ ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി വരികയും അത് പെട്ടെന്ന് റേഡിയോ ആക്റ്റീവായി മാറുകയും ചെയ്യും. അപ്പോൾ പിന്നെ അത് ഡിസ്പോസ് ചെയ്യലൊക്കെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ കൂളൻ്റായിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഹെവി വാട്ടറാണ്. ഹെവി വാട്ടർ ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റിയിൽ വളരെ മിനിമമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്ത് പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഹെവി വാട്ടർ എന്നുള്ളത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. അത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റാണ് ഈ ഹെവി വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്നത്. എല്ലാ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലേക്കും ഇറാനിലെ 19ഓളം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അതിലേക്കൊക്കെ ആവശ്യമുള്ള ഹെവി വാട്ടർ ഉണ്ടാക്കുന്ന ഈ ഹെവി വാട്ടർ പ്ലാന്റിലാണ് അറ്റാക്ക് ആണെന്നുള്ളത്. കൂടാതെ ഈ പ്ലാന്റിൽ ഒരു പ്ലൂട്ടോണിയം റിയാക്ടർ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പ്ലൂട്ടോണിയം എന്നുള്ളത് യുറേനിയം പോലെ തന്നെ ആറ്റം ബോംബുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു മെറ്റലാണ്. ഇപ്പോൾ പ്ലൂട്ടോണിയത്തിൻ്റെയും ചില ഐസോട്ടോപ്പുകൾ ഒരുപക്ഷെ യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പിനേക്കാൾ വേഗം വിഭജിച്ച് വരുന്നതാണ്. നമ്മളുടെ 1974 ഇന്ത്യ ആദ്യം അണുവിസ്ഫോടനം നടത്തിയത് പ്ലൂട്ടോണിയം ബോംബ് ഉപയോഗിച്ചാണ്. അപ്പം ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് പ്ലൂട്ടോണിയം ബോംബ് ഉപയോഗിച്ച് അണുവിസ്ഫോടനം നടത്തിയ രാജ്യവും ഇന്ത്യയാണ്. ഇപ്പോൾ യുറേനിയത്തിന് പകരം ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റലാണ് പ്ലൂട്ടോണിയം എന്ന് പറയുന്നത്. യുറേനിയം പ്ലൂട്ടോണിയം മാത്രമേ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അപ്പം നമ്മൾ കൂടാതെ ഇറാൻ്റെ നടാൻസ്, ഇസ്ഫഹാൻ നേരത്തെ ഇത് ആക്രമിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ തുടർന്ന് വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം കൂടുതൽ ഡാമേജിൻ്റെ പുറത്ത് ഡാമേജ് വരുത്തിയാലേ ഇത്തരം സ്ഥലം ഹെവിലി ഫോർട്ടിഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമേജിൻ്റെ പുറത്ത് കൂടുതൽ ഡാമേജുകൾ വരുത്തിയാൽ മാത്രമാണ് കിട്ടുന്ന ആ വിചാരിച്ച ഇഫക്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവിടെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇറാൻ ആക്രമിക്കുന്നത് ആശുപത്രി, നഴ്സറി, സ്കൂളും ഒക്കെയാണ് ആക്രമിക്കുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നത് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ്. കഴിയുന്നത്ര സാധാരണ മനുഷ്യരുടെ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ ശ്രദ്ധിച്ച് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഈ അറാഖ് ഹെവി വാട്ടർ പ്ലാന്റ് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ പ്ലാന്റ് ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മെസ്സേജ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ആളുകൾ ഒഴിഞ്ഞു പോയിരുന്നു. മാത്രമല്ല ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തതിന് പേരിൽ ഒരാൾ പോലും മരിച്ചില്ല എന്നുള്ളതാണ്.
അപ്പോൾ ആളുകൾക്ക് മൊത്തം ഒഴിഞ്ഞു പോകാനുള്ള അവസരം കൊടുത്തതിന് ശേഷമാണ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ ഈ 2 അറ്റാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. എപ്പോഴും വലിയ മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഗാസയിൽ ആശുപത്രിയുടെ അടിയിൽ കൊണ്ടുപോയി ബങ്കർ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് ഭീകരന്മാരെ പാർപ്പിച്ചിട്ട് ആ ആശുപത്രി ആക്രമിച്ചതിന് പേരിൽ നിലവിളിക്കുന്ന കൂട്ടര്, പലസ്തീനികളെ തന്നെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ആശുപത്രി, ഇസ്രായേലിന്റെ കരുണയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി, അത് ആക്രമിച്ചതിനെ കുറിച്ച് ഈ നിലവിളിക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ രസമുള്ള കാര്യമാണ്. ഇനി വേറെ ഇന്നലെ ഇസ്രായേൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ ഇസ്രായേലിന് ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണെന്ന് ഇസ്രായേലിൽ ഇന്ന് മനോരമയിലൊക്കെ വലിയ ന്യൂസായിട്ട് എഴുതിയിരിക്കുന്നത്. ഈ അയൺ ഡോമിനെ കടന്നു കയറാൻ ശേഷിയുള്ള എന്തോ സാധനം പ്രയോഗിച്ചു. ഇത് ക്ലസ്റ്റർ ബോംബാണ്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിനകത്ത് ബോംബ് വെച്ചവരെ വിചാരിക്കുക, ഒരു വലിയ പാക്കറ്റ്, അതിനകത്തൊരു 10, 200, 300 സാധാരണ ബോംബുകൾ വെച്ച് നിൽക്കുക. ഒരുപാട് വലിപ്പമുള്ളതല്ല, സാധാരണ ബോംബുകൾ. അപ്പോൾ ഈ പാക്കറ്റ് അങ്ങ് പൊട്ടും, ബേസ്റ്റ് ഓപ്പൺ. അത് പൊട്ടുമ്പം ഈ ചില സീഡുകളൊക്കെ പൊട്ടുന്നത് പോലെ അതിനകത്ത് ഈ കുഞ്ഞു ബോംബുകൾ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ ചതറിക്കപ്പെടും. ഇത് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇന്റർനാഷണൽ നിയമമുള്ളതാണ്, ഇന്റർനാഷണൽ ട്രീറ്റി ഉള്ളതാണ്. 108 രാജ്യങ്ങൾ ആ ഇന്റർനാഷണൽ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇസ്രായേലും ഇറാനും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് നേരാണ്. ഇപ്പം ജൈവ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുപോലെ, രാസ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതുപോലെ ഒരു സൈലന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ചെതറി ബോംബ് വീഴുന്ന എവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മളൊരു ഒരു ഒരു സൈറ്റിനെയാണ് ആക്രമിക്കുന്നത്, ഒരു മിലിറ്ററി സൈറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റിനെയാണ് ആക്രമിക്കുന്നത്. ഇതാരെയാണ് ആക്രമിക്കുന്നത്? ചെതറിയങ്ങ് വീഴാണ്. അപ്പോൾ ധാരാളം സിവിലിയൻസ് മരിക്കുമെന്ന് മാത്രമല്ല, ഈ ചെതറി വീഴുന്ന ബോംബുകൾ ഏകദേശം 2 മൈൽ ചുറ്റളവിൽ ഇത് ചെതറി വീഴുന്നതാണ് പറയുന്നത്. ഈ ചെതറി വീഴുന്ന ബോംബുകളിൽ 25 മുതൽ 40% വരെ പൊട്ടാതെ അവിടെ കിടക്കും. അപ്പോൾ പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലും വന്ന് ഇതിൻ്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാലും ആളുകൾ മരിക്കും. അപ്പോൾ ഇത് ഈ ചില സീഡുകൾ ഉണങ്ങി നിൽക്കുന്ന സിഡ്ഠയെന്ന് പൊട്ടി തുറന്നിട്ട് അതിൻ്റെ സീഡ് പല ഭാഗത്തേക്ക് തെറിച്ചു പോകുന്ന പോലത്തെ ഒരു സംവിധാനമാണ് ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിവിലിയൻ ഏരിയകളിൽ കൊണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 2 മൈൽ ചുറ്റളവുള്ള ഏരിയയിലേക്കാണ് തെറിച്ച് വീഴുക. അപ്പോൾ 2 മൈൽ ചുറ്റളവ് മൊത്തം നശിച്ചു പോകുന്നല്ല, ആ വീഴുന്നിടത്തെല്ലാം ചെറിയ ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ വീണാൽ ആ വീടങ്ങ് തീർന്നു പോകും. അല്ലെങ്കിൽ 4 കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പോയി വീണാൽ ആ കുട്ടികൾ അങ്ങോട്ട് മരിച്ചു പോകും. ആ രീതിയിലുള്ള ഒരു ആക്രമണം അത് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് എഗനസ്റ്റ് ആയിട്ടുള്ള പ്രയോഗമാണ്. അത് ഇറാൻ നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അലി ഖമനിയെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഹോസ്പിറ്റൽ ആക്രമിച്ചതിൻ്റെ പേരിൽ ഈ വ്യക്തിപരമായി തന്നെ ഇദ്ദേഹത്തെ വധിച്ചു കളയും എന്ന് ഇസ്രായേൽ കാർഡ്സ് ഇന്നലെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരെണ്ണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇപ്പോഴും ആ വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്, അമേരിക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? അപ്പോൾ ഇന്നൊക്കെ പത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക 2 ആഴ്ച കഴിഞ്ഞ് ഇക്കാര്യം തീരുമാനമെടുക്കുന്നുള്ളതാണ്. വളരെ സംശയാസ്പദമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ നാളെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നതിൻ്റെ ഒരു സൂചനയാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം 2 ആഴ്ചത്തേക്ക് ഇറാനെ ഇരുട്ടിൽ നിർത്താനുള്ള ഒരു സൂത്രമായിരിക്കാം അത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസിം മുനീർ ട്രംപിൻ്റെ കൂടെ വിരുന്നു കൊടുത്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതും ഈ ഇസ്രായേൽ യുദ്ധവുമായി വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസാണ്. കാരണം അമേരിക്കയുടെ എയർബേസുകളുള്ളത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലാണ്. സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുണ്ട്, ഇവിടെ എല്ലാം ഇറാഖിലുണ്ട്. അപ്പം ഇറാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് അമേരിക്ക യുദ്ധത്തിന് വിമാനങ്ങളെ ഉയർത്തിക്കഴിഞ്ഞാൽ ആ രാജ്യവും കൂടി യുദ്ധത്തിൽ പങ്കെടുത്തതായി ഇറാൻ അതിന് റീഡ് ചെയ്യും. സ്വാഭാവികമായും ആ രാജ്യത്തെ ആക്രമിക്കും. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഓയിൽ റീഫൈനറിയിൽ ചുറ്റും കിടപ്പുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഒരു രാജ്യത്ത് നിന്ന് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്താൽ ഈ രാജ്യത്തിൻ്റെ അസറ്റ്സിനെ, ഓയിൽ റിഫൈനറി അടക്കമുള്ള അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ അടക്കമുള്ള അസറ്റ്സിനെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഒരുപക്ഷെ അമേരിക്ക ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ അമേരിക്ക ഇറാൻ്റെ അയലോക്കത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ രാജ്യം വേണം. ഇറാൻ്റെ അയലോക്കത്ത് കിടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു അനുമതി വാങ്ങാനായിരിക്കണം ആസിം മുനീറിനെ ഇന്നലെ വിളിച്ച് അദ്ദേഹം ചോറും കാപ്പിയൊക്കെ കൊടുത്ത് മോനെ എന്നൊക്കെ പറഞ്ഞ് തഴുകി തലോടി ചേർത്തുന്നത്. ആ ട്രംപ് ചെറിയ മോനല്ലാതെ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ആരെ കൊണ്ടാണോ ആവശ്യം അവരെ ചേർത്ത് പിടിക്കും. അപ്പം ആസിം മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചു വിരുന്നു കൊടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാനിലെ ഒരേ ഒരു ഫിഗർ എന്ന് പറയുന്നത് ആസിം മുനീറാണ്. അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, പ്രധാനമന്ത്രി, എല്ലാം പാവ ഗവൺമെൻറ്റും പാവ പ്രധാനമന്ത്രിയാണ്. ഇറാനിൽ ഖമനേയി എന്താണോ അതാണ് പാകിസ്ഥാനിലെ ആസിം മുനീർ. ആസിം മുനീറിൻ്റെ മേലെ കൂടി ഒരു വാക്ക് പോകില്ല. അത് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിനെയോ പ്രസിഡന്റിനെയോ ഒക്കെ വിളിച്ച് പ്രോട്ടോകോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തിരുത്തി ചോറ് കൊടുത്തതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. കാര്യം നടക്കണമെങ്കിൽ ഈ പട്ടാളക്കാരനെ വിളിച്ച് അരികിലിരുത്തി അവന് ചോറ് കൊടുത്താൽ അവൻ പറയുന്നിടത്ത് ഇവർക്ക് വിമാനം ഇറങ്ങാൻ പറ്റും, ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും.
ഇവരുടെ പിന്നെ ഇപ്പോൾ ഇവരുടെ ബി 2 ബോംബേഴ്സ് അടക്കമുള്ളത് ഡിഗോ ഗാർസിയയിലാണ്. അപ്പോൾ ഡിഗോ ഗാർസിയയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഡിഗോ ഗാർസിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിലുള്ളതാണ്, മാൽഡീവ്സിനടുത്തുള്ളൊരു ദ്വീപാണ്. ഏകദേശം ഇറാനിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ ഫ്ലൈറ്റ് വേണ്ടിവരുള്ളൂ. അപ്പം അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കി അവിടെ നിന്ന് ആദ്യം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഫ്യൂവലിംഗ് പോലുള്ള ഫെസിലിറ്റീസിന് ഇവർക്കൊരു ഒരു പോർട്ട് ആവശ്യമുണ്ട്, എയർപോർട്ട് ആവശ്യമുണ്ട്. അത് മിക്കവാറും പാകിസ്ഥാൻ്റെ ഉപയോഗിക്കാനായിരിക്കണം ആസിം മുനീറിനെ വിളിച്ചത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് എന്ത് വിഷയമാണുള്ളത്? ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളെല്ലാവരും ഇന്ത്യയെ എന്തോ അപമാനിച്ചു എന്നുള്ള മട്ടിലൊക്കെ ഇന്ത്യക്ക് എന്ത് കാര്യമാണ്? എന്തായാലും ട്രംപ് പറഞ്ഞു അദ്ദേഹം യുദ്ധം തീർത്തു എന്നുള്ള ക്ലെയിം ഏകദേശം അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു 2 മിടുക്കന്മാർ ചേർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കി എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു മിടുക്കൻ മോഡിയാന്ന് മനസ്സിലായി. രണ്ടാമത്തെ മിടുക്കൻ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ പറയാമെങ്കിൽ രണ്ടാമത്തെ മിടുക്കൻ ഞാനാണെന്ന് പറയായിരിക്കും. അപ്പം ഞാനും മോഡിയും കൂടെ തീർത്തുന്നാവും പിന്നീട് അദ്ദേഹത്തിൻ്റെ വാദം. ഇദ്ദേഹം ഇങ്ങനെ ഒരു ബഫൂൺ കളിച്ച് കാര്യം സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇദ്ദേഹം ഇവിടെ കളിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു അമേരിക്ക യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, എനിക്ക് പോലും പറയാൻ പറ്റില്ല. പൊട്ടം കളിച്ച് നിൽക്കുകയാണ്. വാസ്തവത്തിൽ കൃത്യമായ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന ആ ഒരു വാദത്തിനാണ് അമേരിക്കയിലെ പ്രാമുഖ്യം കൂടിക്കൂടി വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്ന് വളരെ സ്ട്രോങ് ആയി വാദിച്ചിരുന്ന ഒരു ലേഡി, ഞാൻ അവരുടെ പേര് മറന്നുപോയി, അവരെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കോർ കമ്മിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കമ്മിറ്റിയിൽ നിന്ന് അതായത് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഞാൻ ഗവൺമെൻറ്റിനുള്ള പൊസിഷൻസ് രാജിവെക്കും എന്ന് അവകാശപ്പെട്ട ലേഡീനെ ആ ഡിസ്കഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് CNBC-യിലൊക്കെ പ്രധാനപ്പെട്ട ന്യൂസുമാണ്. വിച്ച് മീൻസ് ദാറ്റ് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു ആർഗ്യുമെൻറ്റിന് വെയിറ്റ് കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 ആഴ്ച കഴിഞ്ഞേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. കാരണം എപ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് ഒരു സൂചനയും തരാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും ദീർഘകാലത്തേക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്റ്റേക്സും ഒക്കെ ഇന്ന് പത്രങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഇതിനകത്ത് കാര്യമായ സ്റ്റേക്സ് വരുന്നില്ല. ഇന്ത്യ ഈസ് വിത്ത് ഇസ്രായേൽ എന്നുള്ളതും ഇസ്രായേലിന് ഇന്ത്യ വെപ്പൺസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറാനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നിലപാടെന്ന് പറയുന്നത് യുദ്ധം വേണ്ട എന്നുള്ള ഒരു അഴകുഴമ്പൻ നിലപാടാണ്. യുദ്ധം ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട, കഴിയുന്ന യുദ്ധം ഒഴിവാക്കണം, മനുഷ്യരെ കൊല്ലരുത്, ഇത്തരം നിലപാടുകളാണ്. അപ്പോൾ ഈ ട്രംപ് ആസിം മുനീറിന് ചോറ് കൊടുത്തതും നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഇക്വേഷനൊന്നും ഇതിനകത്ത് ബാധിക്കുന്ന വിഷയമല്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വേണ്ടത് അവരുടെ മുമ്പിൽ കൈയും കൂപ്പി നിൽക്കുന്ന ആളുകളാണ്. ഇന്ത്യ അതിന് കിട്ടില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന് തക്ക ഒരു സ്നേഹമൊക്കെ മാത്രമേ മോഡിയോട് അമേരിക്കയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. അമേരിക്ക ഒരു കാരണവശാലും ഇന്ത്യയെ ഒഴിവാക്കാനാവില്ല. കാരണം ചൈനയുടെ കിടപ്പുണ്ട്. ചൈനയോട് സ്നേഹത്തിൽ കൂടാൻ അവർക്ക് പാകിസ്ഥാനെ വേണം, ചൈനയോട് ഗുസ്തി പിടിക്കാനെങ്കിൽ അവർക്ക് ഇന്ത്യയെ വേണം. അപ്പോൾ 2 പേരെ അവർക്ക് ആവശ്യം വരും. അവരതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാണിമക്കളി തുടരുകയും ചെയ്യും.